ചെന്നൈയിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. TVK അധ്യക്ഷൻ വിജയ് ഉടൻ കരൂർ സന്ദർശിക്കില്ല. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ചെന്നൈയിലെത്തിച്ച് വിജയ് കാണുമെന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം. ചെന്നൈയിലേക്ക് വരാമെന്ന് ഭൂരിഭാഗം കുടുംബങ്ങളും സമ്മതിച്ചെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് തത്സമയം. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണോ വിജയ് കരൂരിലേക്ക് പോകേണ്ട എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. സുരക്ഷാ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് വിജയ്ക്ക് കരൂർ സന്ദർശിക്കാനായിട്ട് അവിടെ ആളുകളെ കാണാനായിട്ടുള്ള ഓഡിറ്റോറിയങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ TVKയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് കരൂരിലെത്തി തന്നെ ആളുകളെ കാണണമെന്ന് വിജയ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനുവേണ്ടി ഏതെങ്കിലും ഒരു സ്വകാര്യ ഓഡിറ്റോറിയം കണ്ടെത്തി അവിടെ ആളുകളെ എത്തിച്ച് ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും പരിക്കേറ്റവരും ഒപ്പം വിജയും മാത്രമുള്ള ഒരു സന്ദർശനം എന്ന രീതിയിലായിരുന്നു പരിപാടി ആഹ്വാനം ചെയ്യാൻ വിജയ് പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ 2 കേന്ദ്രങ്ങൾ നേരത്തെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഈ 2 ഓഡിറ്റോറിയം ഉടമകളും സമയത്ത് വാക്കുമാറ്റി എന്നാണ് TVK പറയുന്നത്. ഇതിന് പിന്നിൽ DMK ആണ് എന്നുള്ളൊരു ആരോപണം കൂടി ഇവർ വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരൂർ സെന്തിൽ ബാലാജിയുടെ സ്ഥലമാണ്. അവിടെ സെന്തിൽ ബാലാജി ഇവരെ ഭീഷണിപ്പെടുത്തി ഓഡിറ്റോറിയം സജ്ജമാക്കിയില്ല, വിജയ്ക്ക് വേണ്ടി അനുവദിച്ചു നൽകാൻ കഴിയില്ല എന്നിവരെ കൊണ്ട് പറയിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് TVK മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരെ മഹാബലിപുരത്തേക്ക് എത്തിക്കാൻ ഇപ്പോൾ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഭൂരിഭാഗം കുടുംബങ്ങളും മഹാബലിപുരത്ത് എത്തി ചെന്നൈയിലെത്തി വിജയെ കാണാം, വിജയ്ക്ക് അവരെ കാണാനും കൂടിയുള്ള ഒരു അവസരം അത്തരത്തിൽ ഒരുങ്ങും എന്നതാണ് ഇപ്പോൾ TVK വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ TVKയുടെ സംസ്ഥാന പര്യടനം വീണ്ടും തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടും വിജയ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി നീക്കുന്നുണ്ട്. അത് അടുത്ത മാസം തന്നെ വീണ്ടും ഈ പര്യടനം തുടങ്ങാം. 10-ാം തീയതിക്കുള്ളിൽ പര്യടനം തുടങ്ങണം. ഇനിയും കുറേ ജില്ലകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെയും കവർ ചെയ്യാൻ വേഗം തന്നെ പര്യടനം നടത്താനും അതിന് പോലീസ് അനുമതി തേടാനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു SOP വരുന്നതുവരെ അവിടെ ഒരു റാലികളും പൊതുപരിപാടികളും നടത്തരുതെന്നുള്ളത്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ടും ഇനി ചർച്ചകൾ നടക്കും. എന്തായാലും വിജയ് കരൂരിലേക്കില്ല, ദുരന്തബാധിതർ ചെന്നൈയിലേക്ക് എത്തും. SKN. ഓക്കെ, താങ്ക് യു. റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.